രാജ്യം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എക്സിറ്റ് പോളിന്റെ രാത്രിയാണിത്. ഇതുവരെ പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും വലിയ വിജയം BJP നയിക്കുന്ന NDA മുന്നണിക്ക് നൽകുകയാണ്. 350 മുതൽ 392 വരെ സീറ്റുകൾ ഇതിനോടകം തന്നെ പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട പോൾസ്റ്റേഴ്സ് എല്ലാം BJPക്ക് വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രവചിക്കുകയാണ്. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും BJP വേണമെങ്കിൽ 3 സീറ്റുകൾ വരെ നേടാം എന്നുമാണ് ഇപ്പോൾ ഇതുവരെ വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വന്നിരിക്കുന്ന ആക്സിസ് മൈൻഡിയുടെ പഞ്ചാബ് ഫലം അനുസരിച്ച് BJP 2 മുതൽ 4 വരെ സീറ്റുകൾ, കോൺഗ്രസ് 7 മുതൽ 9 വരെ സീറ്റുകൾ, ആപ്പ് 0 മുതൽ 2 വരെ സീറ്റുകൾ. കോൺഗ്രസിന് നല്ല നമ്പർ ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനമായി പഞ്ചാബ് തുടരുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ദൈനിക് ഭാസ്കറിന്റെ കേരളത്തിലെ കണക്കുണ്ട്. അത് 100 റിപ്പോർട്ടേഴ്സ് വന്നത് എത്ര പേര് കേരളത്തിൽ വന്ന് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. കോൺഗ്രസിന് 12 മുതൽ 13 വരെ, CPM-ന് 2 സീറ്റ്, മുസ്ലിം ലീഗ് 1 മുതൽ 2 വരെ. എന്തായാലും മുസ്ലിം ലീഗ് 2 സീറ്റ് ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. BJP 1 സീറ്റ് ജയിക്കാം. കേരള കോൺഗ്രസ് ജോസഫ് ഒരുപക്ഷെ കോട്ടയമാകാം, ഒരുപക്ഷെ അല്ല കോട്ടയമാണ് ജയിക്കുകയാണെങ്കിൽ. RSP 1, CPI-ക്ക് 1 സീറ്റ് പറയുന്നുണ്ട്. അതിപ്പോ തൃശ്ശൂരായിരിക്കും, തൃശ്ശൂരാകാം, മാവേലിക്കരയാകാം. അങ്ങനെ കേരളത്തിലെ കണക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയുടെ കണക്കുണ്ട്. മഹാരാഷ്ട്രയിൽ ഹരിയാന, പഞ്ചാബ്, ദില്ലി. മഹാരാഷ്ട്രയിൽ BJP 20 മുതൽ 23 സീറ്റ് വരെ, ശിവസേന ഷിൻഡെ വിഭാഗം 6 മുതൽ 7 സീറ്റ് വരെ, NCP അജിത് പവാർ വിഭാഗം 2 മുതൽ 3 വരെ, ശിവസേന ഉദ്ധവ് താക്കറെ 10 മുതൽ 12 വരെ. അതായത് ഇന്ത്യ മുന്നണിയിലുള്ള ശിവസേന 10 മുതൽ 12 സീറ്റ് വരെയാണ് പറയുന്നത്. NCP ശരത് പവാറിന്റെ പാർട്ടി 5 മുതൽ 6 വരെ. കോൺഗ്രസിന് 1 സീറ്റ് മുതൽ 2 സീറ്റ് വരെ മാത്രമേ പറയുന്നുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ദൈനിക് ഭാസ്കർ ഒരു BJP വിരുദ്ധ നിലപാട് ഉള്ള ഒരു മാധ്യമ സ്ഥാപനം, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഇവർക്കെതിരെ പല കേസുകൾ ഉണ്ടാകുകയും. അതെ, പക്ഷേ എന്നാലും എക്സിറ്റ് പോളിൽ വേറൊരു നിലപാടെടുക്കാൻ പറ്റില്ല. ഇതിപ്പോ ഇവര് തന്നെ പറയുന്നത് ഭാസ്കറിന്റെ റിപ്പോർട്ടേഴ്സ് പോളാണ്. 100 റിപ്പോർട്ടർമാര് തയ്യാറാക്കി, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് തയ്യാറാക്കിയ ഒരു എക്സിറ്റ് പോൾ അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായും നമുക്ക് കേരളത്തിലെ ഇതുവരെയുള്ള ഫലസൂചനകൾ കൂടി പെട്ടെന്നൊന്ന് സ്ക്രീനിൽ കണ്ടുവരാമെന്ന് തോന്നുന്നു. കേരളത്തിൽ UDF മുന്നണിക്ക് വലിയ നേട്ടമാണ് എല്ലാവരും പ്രവചിക്കുന്നത്. നോക്കൂ, ടൈംസ് നൗവിന്റെ കണക്ക് 14 മുതൽ 15 വരെ UDF, 4 LDF, 1 BJP. ടൈംസ് നൗ നൽകിയ കണക്കാണ് ഇത്. ടൈംസ് നൗവിന്റെ കണക്കനുസരിച്ച് 14 മുതൽ 15 വരെ UDF. നോക്കൂ, ABP ന്യൂസിന്റെ കണക്ക് 17 മുതൽ 19 വരെ UDF. കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം. 1 മുതൽ 3 വരെ സീറ്റ് BJPക്ക്, LDF-ന് കനൽ ഒരു തരിയും ബാക്കി ഉണ്ടാവില്ലെന്നാണ് ABP ന്യൂസ് പറയുന്നത്. കാത്തിരുന്ന് കാണണം. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ഇപ്പോൾ 17 മുതൽ 18 വരെ സീറ്റുകളാണ് UDF-ന് പറയുന്നത്. 2 മുതൽ 3 വരെ സീറ്റുകൾ അവരും നൽകുന്നു. 2 മുതൽ 3 വരെ സീറ്റ് എന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ കണ്ടെത്തൽ അത് കുറച്ച് കൗതുകകരമാണ്. 2 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങലും തൃശ്ശൂരുമാണ് അവർ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ. മൂന്നാമത്തേത് തിരുവനന്തപുരവും. 1 സീറ്റ് പരമാവധി LDF-ന്, 0 മുതൽ 1 സീറ്റ് വരെ LDF-ന് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യ ടിവിയുടെ കണക്ക് ഇങ്ങനെയാണ്. 13 മുതൽ 15 വരെ സീറ്റുകൾ UDF-ന്, 3 മുതൽ 5 വരെ സീറ്റുകൾ LDF-ന്, 1 മുതൽ 3 വരെ സീറ്റുകൾ BJPക്ക്. 3 സീറ്റുകൾ വരെ NDAക്ക് 3 ഏജൻസികൾ പ്രവചിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ ആക്സിസ് മൈ ഇന്ത്യയാണ് സീറ്റുകൾ പറഞ്ഞത്. ആറ്റിങ്ങൽ, തൃശ്ശൂർ, തിരുവനന്തപുരം, ഈ 3 സീറ്റുകളാണ് ആക്സിസ് മൈ ഇന്ത്യ BJP മുൻതൂക്കം നേടുന്ന സീറ്റുകൾ എന്ന് പ്രവചിക്കുന്നത്. ഇത് ഭാരത് വർഷ്, TV9 ഭാരത് വർഷിന്റെ കണക്കാണ്. 16 സീറ്റ് UDF, 3 സീറ്റ് LDF, 1 സീറ്റ് NDA എന്നുള്ളതാണ് IBN ഭാരത് വർഷിന്റെ, TV9 ഭാരത് വർഷിന്റെ കണക്ക്. കേരളത്തിൽ ഒരുവിധം എല്ലാ അഭിപ്രായ സർവേകളുടെയും എക്സിറ്റ് പോളുകളുടെയും ഫലം 15 സീറ്റുകളെങ്കിലും UDF നേടും എന്നാണ്. ഒരിടത്തെങ്കിലും BJPക്ക് ജയിക്കാൻ ആവും എന്ന് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നു. പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയെ ഒരുപക്ഷെ ഹതാശമാക്കുന്ന ചില പ്രവചനങ്ങൾ തീർച്ചയായും ഉണ്ട്. അത് എത്രത്തോളം സത്യമാവുമെന്ന് തീർച്ചയായും ജൂൺ 4 അറിയാനാവും. 19 സീറ്റ്, 19 എന്ന നമ്പർ ആവർത്തിക്കുകയാണെങ്കിൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. എന്ന് മാത്രമല്ല, ഈ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ അനുസരിച്ച് NDAക്കാണ് ഇവിടെ LDF-നേക്കാൾ കൂടുതൽ സാധ്യത എന്ന് പറയുന്നു. 27% വോട്ട് BJPക്ക് NDAക്ക് പ്രൊജക്ട് ചെയ്യുന്നു. വസ്തുതയുമായി ഇപ്പോഴത്തെ നിലയിൽ അത് എന്താ പറയുക, ഒരുപോലെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് ഒപ്പീനിയൻ പോളുകളുടെ, എക്സിറ്റ് പോളുകളുടെ ആകെ തുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 350+ ആണ് എല്ലാവരും. 350+ ആണ് എല്ലാവരും ഇതിനോടകം നൽകിയിരിക്കുന്നത് NDAയെ സംബന്ധിച്ച്. അതായത് കഴിഞ്ഞ തവണ 353 സീറ്റായിരുന്നു NDAക്ക്, 303 സീറ്റായിരുന്നു BJPക്ക് തനിച്ച്. അതിനെ മറികടക്കുന്ന വമ്പൻ പ്രകടനം ഇത്തവണ കാഴ്ചവെക്കുന്നു. 400 പാർ
സംഭവിച്ചില്ലെങ്കിലും അതിനടുത്തുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ NDAക്കും BJPക്കും കഴിയുന്നു. നരേന്ദ്രമോദി 3.0 സുനാമോ സംഭവിക്കുന്നു എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഒരു സുനാമി പോലെ ഇന്ത്യൻ വിവിധ മേഖലകളിലൊക്കെ ഗംഗാ സമതലത്തിലൊക്കെ ആഞ്ഞടിക്കുന്നു നരേന്ദ്രമോദി തരംഗമെന്ന് എക്സിറ്റ് പോളുകൾ വെച്ച് പറയാം. യഥാർത്ഥ പോൾ എന്തായാലും അതിന്റെ റിസൾട്ട് നമ്മൾ 4-ാം തീയതി അറിയാൻ പോകും. പഞ്ചാബ് അതിർത്തി തൊട്ട് ബംഗാൾ അതിർത്തി വരെയുള്ള പ്രദേശം ഒരേ പാറ്റേണിൽ വോട്ട് ചെയ്യുന്നു എന്ന പൊതുചിത്രം ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നു എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന ഏറ്റവും പ്രകടമായ സൂചന. ഇത് സൂചന പറയുമ്പോഴും ഇത് എക്സിറ്റ് പോൾ മാത്രമാണ്. എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ പാടേ തെറ്റിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് 2004-ൽ. അതുകൊണ്ട് അവസാന ഫലത്തിനായി കാത്തിരിക്കുക. ജൂൺ 4-ന് രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസിൽ വിവരങ്ങൾ അപ്പോഴറിയാം.